ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു 3x3 ക്യൂബ് എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് പറഞ്ഞുതരാനാണ്. നമ്മൾ ആദ്യം ഒരു ക്യൂബ് എടുക്കുമ്പോൾ അതിൻ്റെ ബേസിക്കാണ് ആദ്യം പഠിക്കേണ്ടത്. ഇത് ഫേസ് ചെയ്യുന്ന ഭാഗത്തിൻ്റെ ഫേസ് എന്ന് പറയുന്നു. ഇതിൻ്റെ റൈറ്റ് സൈഡ്, ഇത് അതിൻ്റെ ലെഫ്റ്റ്, അപ്പ്, ഡൗൺ, ബാക്ക്. ഇനി ഇതിൻ്റെ മൂവ്മെൻറ്റ്സാണ് പഠിക്കേണ്ടത്. ഇത് ക്ലോക്ക് വൈസ്, ഇത് ആൻറ്റി ക്ലോക്ക് വൈസ്. ഇതുപോലെ തന്നെയാണ് മൊത്തവും വരുന്നത്. ക്ലോക്ക് വൈസ്, ആൻറ്റി ക്ലോക്ക് വൈസ്. ഇതാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ളത്. ഇനി ഇതിനെ നമുക്ക് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇതിനെ സ്ക്രാമ്പിൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ സോൾവ് ചെയ്യാം. ഞാൻ ബേസിക്കലി സോൾവ് ചെയ്യുന്നത് വൈറ്റ് സൈഡാണ് ആദ്യം ചെയ്യുന്നത്. നമുക്ക് ഇപ്പോഴും വൈറ്റ് സൈഡ് തന്നെ ആദ്യം എടുക്കാം. ഈ നമ്മൾ ചെയ്യാൻ പോകുന്ന സൈഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ് എടുക്കുക. അതായത് യെല്ലോ. ഈ യെല്ലോയ്ക്ക് ഒരു വൈറ്റ് പ്ലസ് ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വൈറ്റ് ഈ മിഡിൽ പീസസ് നോക്കണം. അപ്പോൾ ഇവിടെ ഒരു വൈറ്റ് ഉണ്ട്, ഇത് നമ്മൾ നേരെ മുകളിലോട്ട് കൊണ്ടുവരുന്നു. അടുത്ത ഇവിടെ ഒരു വൈറ്റ് ഉണ്ട്, ഈ വൈറ്റിനെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ടാക്കിയതിന് ശേഷം നേരെ മുകളിലോട്ടാക്കുന്നു. അടുത്ത വൈറ്റ് പീസ് ഉണ്ട് നോക്കണം. അടുത്ത വൈറ്റ് പീസ് അവിടെ ഉണ്ട്. അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കിയതിന് ശേഷം മുകളിലോട്ടാക്കിയിട്ട് ഈ വൈറ്റ് പീസ് നേരെ തിരിച്ചെടുത്തേക്കണം. ഇനി ഇവിടെ 3 വൈറ്റ് പീസായി. ഇനി ഇവിടുത്തെ വൈറ്റ് പീസുകളുണ്ട്. ഈ വൈറ്റ് പീസിന് വേണ്ടി നമ്മൾ നോക്കണം. ഇതാവുണ്ട്, ഇവിടെ ഉണ്ട്. ഇത് നമ്മൾ നേരെ മുകളിലോട്ട് എടുത്ത് വെച്ചാൽ മതിയാവും. അപ്പോൾ ഇവിടുത്തെ 4 വൈറ്റ് പീസും ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ഈ വൈറ്റിൻ്റെ ഒരു പ്ലസ് ആക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിപ്പം ഈ റെഡാണ്. ഈ റെഡിൻ്റെ നേരെ ഈ സെയിം കളറിലോട്ട് കൊണ്ടുവരണം. ഇവിടെ ഉണ്ട് ഈ കളറ്. ഇതിനെ നമുക്ക് നേരെ താഴെ കൊണ്ടുവരാം. അടുത്തത് ഇത് ചിലപ്പോൾ ഇങ്ങോട്ടൊക്കെ ഇരിക്കുന്നത്. ഇത് നമ്മൾ ഇതിൻ്റെ കളർ നോക്കിയതിന് ശേഷം നേരെ താഴേക്ക് കൊണ്ടുവരണം. അടുത്തത് ഓറഞ്ച്, നേരെ താഴേക്ക് കൊണ്ടുവരണം. അടുത്തത് ഗ്രീൻ, നേരെ താഴേക്ക് കൊണ്ടുവരണം. അപ്പോൾ നമുക്ക് ഒരു പ്ലസ് ആയിട്ടുള്ള ഒരു വൈറ്റ് ഫുള്ള് കിട്ടും. ഇനി നമുക്ക് ചെയ്യേണ്ടത് അടുത്ത ഈ 4 കോർണർ പീസസ് ആണ്. ഇവിടെ ഓൾറെഡി എനിക്കൊരു കോർണർ കിട്ടിയിട്ടുണ്ട്. നമുക്കിനി അത് ഒന്നുകൂടെ ചെയ്യാം. നമുക്കിനി നോക്കേണ്ടത് ഇവിടെ ഒരു കോർണർ പീസ് ഉണ്ട്. ഈ കോർണർ പീസ് നമ്മൾ നേരെ താഴേക്ക് കൊണ്ടുവരണം. ഇത് അതേപോലെ മുകളിലോട്ട് എടുത്ത് വയ്ക്കുക വേണം. എന്നിട്ട് ഇവിടെ ഒരു ഗ്രീനാണ് വേണ്ടത്. ഇവിടെ നേരെ ഗ്രീൻ വരണം. അപ്പം ഗ്രീനുള്ള പീസ് നോക്കണം. വന്നു. ഇനി ഇതിനെ നേരെ ഇങ്ങോട്ടാക്കിയതിന് ശേഷം ഒന്ന് താഴോട്ടാക്കണം, ഇങ്ങോട്ടാക്കണം. ഇപ്പം ഇത് നേരെ ആയിട്ടുണ്ട്. ഇനി അടുത്ത വൈറ്റ് പീസ് നോക്കണം. ഇവിടെ ഒരു ഓറഞ്ചാണ്, ഇപ്പോൾ ഇവിടെ റെഡാണ്. ഇതിന് നേരെ ഓറഞ്ചോട്ട് വയ്ക്കണം. എന്നിട്ട് ഇതിനെ ഒരു പീസ് ഒന്ന് ഇങ്ങോട്ടാക്കിയതിന് ശേഷം ഇങ്ങോട്ടാക്കണം. ഇനി അടുത്ത ഈ 2 വൈറ്റുകളുള്ളൂ. ഈ 2 വൈറ്റിന് വേണ്ടിയിട്ട് ഇവിടെ താഴെ 2 വൈറ്റ് ഉണ്ടായിരുന്നു. ആ 2 വൈറ്റിനെ നേരെ ഇങ്ങോട്ട് കൊണ്ടുവരാം. ബ്ലൂ ആണുള്ളത്. ബ്ലൂ ഇവിടെ ഉണ്ട്. ഇനി ഇതിനെ ഇങ്ങോട്ടാക്കിയ ശേഷം ഇങ്ങനെ ആക്കാം. ഇനി അടുത്ത ഇവിടെ ഒരു കോർണർ പീസ് ഉണ്ട്. ഇതിനെ നേരെ താഴേക്ക് കൊണ്ടുവന്നതിന് ശേഷം ഇങ്ങോട്ടാക്കിയിട്ട് ഇങ്ങനെ ആക്കണം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഫസ്റ്റ് ലെയർ ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ലെയർ ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കേണ്ടത് സെക്കൻഡ് ലെയറാണ്. ഈ സെക്കൻഡ് ലെയർ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ വൈറ്റിനെ നേരെ താഴേക്ക് പിടിക്കണം. നമുക്ക് ഇഷ്ടമുള്ള കളർ ഫേസ് ചെയ്ത് പിടിക്കാം. ഇനി നമുക്ക് ചെയ്യാനുള്ള സെക്കൻഡ് ലെയറാണ്. സെക്കൻഡ് ലെയർ ഇത്രയാണ് കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം എല്ലാ പീസിനെയും മുകളിലോട്ട് കൊണ്ടുപോകണം. ഇവിടെ ഇപ്പോൾ നേരെ റെഡാണ്. ഈ റെഡിനെ നമുക്ക് ഇവിടെ നേരെ റെഡാക്കാൻ വേണ്ടിയിട്ട് ഒന്നിങ്ങോട്ടാക്കണം. ഉള്ളത് ടോപ്പ് ടു ലെഫ്റ്റാണ്. ഇവിടുന്ന് നേരെ ഇങ്ങോട്ടാണ്. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു അൽഗോരിതം ഉണ്ട്. അത് ഞാൻ ഇവിടെ സ്ക്രീനിൽ കൊടുത്തേക്കാം, ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം.
ഈ അൽഗോരിതം യൂസ് ചെയ്തിട്ട് ചെയ്യണം. ഇപ്പം ഈ പീസായിട്ടുണ്ട്. ഇനി അടുത്ത പീസ്, അടുത്തത് ഇവിടെ ഒരെണ്ണമുണ്ട്. ഇത് ഓറഞ്ച് ആൻഡ് ബ്ലൂ കോമ്പിനേഷനാണ്. ഇത് നേരെ വരേണ്ടത് ഇങ്ങോട്ടാണ്, ഇത് നേരെ ഇങ്ങോട്ടാണ്. അപ്പം ഇതിനുള്ളത് ഞാൻ ആൽഗോരിതം ഇവിടെ കൊടുത്തേക്കാം. ഇത് ടോപ്പ് ടു റൈറ്റ് ആണ് പറഞ്ഞത് ഇതിൻ്റെ അൽഗോരിതം. അപ്പം ഇതുമായിട്ടുണ്ട്. ഇനി അടുത്തത് നോക്കണം. അടുത്ത ഇവിടെ വരണം. ഇത് ഓറഞ്ചാണ്, ഓറഞ്ച് ആൻഡ് ഗ്രീൻ കോമ്പിനേഷനാണ്. ഇത് നേരെ ഇവിടെ കൊണ്ടുവയ്ക്കണം. എന്നിട്ട് ഇതിനെ നേരെ ഇങ്ങോട്ടാണ് വയ്ക്കേണ്ടത്. അപ്പോൾ ഇത് ടോപ്പ് ടു ലെഫ്റ്റ് ആണ്. ഇതിൻ്റെ അൽഗോരിതം ഇവിടെ കൊടുത്തേക്കാം. അപ്പോൾ നമുക്ക് ഇതുമായിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം. ഇതാണ് ഈ ലാസ്റ്റ് പീസാണ്. സെക്കൻഡ് ലെയറിനുള്ള ലാസ്റ്റ് പീസാണ്. ഇനി നമുക്ക് നേരെ ഇവിടെ കൊണ്ടുവരണം. അല്ല, ഇവിടെ നേരെ ഇനി ഇങ്ങോട്ട് കൊണ്ടുവരണം. ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ടോപ്പ് ടു ലെഫ്റ്റ് ആണ് ചെയ്യേണ്ടത്. ഇതിൻ്റെ അൽഗോരിതം ഞാൻ ഇവിടെ കൊടുത്തേക്കാം. അപ്പം നമുക്ക് 2 ലെയർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ചെയ്യാനുള്ളത് 3rd ലെയറാണ്. അപ്പോൾ ഇതിൻ്റെ 2 ലെയർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ടുള്ള 3ാമത്തെ ലെയറാണ്. 3ാമത്തെ ലെയറിന് നമുക്ക് ആദ്യം വേണ്ടത് ഒരു യെല്ലോ ക്രോസ് ആണ് വേണ്ടത്. ഇനി നമ്മൾ എന്ത് അൽഗോരിതം ചെയ്താലും നമുക്ക് ഇതിലൊരു മാറ്റവും വരില്ല. ഈ രണ്ട് ലെയറിലുള്ള ഒരു മാറ്റവും വരില്ല. ഇത് നിങ്ങൾ സാധാരണ ഇവിടെ അൽഗോരിതം അതേപോലെ അങ്ങ് ചെയ്താൽ മതിയാവും. അപ്പോൾ നമുക്കിവിടെ ആദ്യം വേണ്ടത് ഒരു യെല്ലോ ക്രോസ് ആണ്. ആ യെല്ലോ ക്രോസിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു അൽഗോരിതം കൊടുത്തേക്കാം. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈഡ് ചൂസ് ചെയ്യാം. എന്നിട്ട് ഈ അൽഗോരിതം അതേപോലെ അങ്ങ് ചെയ്താൽ മതിയാവും. ഇത് ഇവിടെ ഒരു യെല്ലോ ക്രോസ് കിട്ടുന്ന വരെ ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം ഈ അൽഗോരിതം. എനിക്കിപ്പോൾ ഒരു യെല്ലോ ക്രോസ് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ബാക്കിയുള്ള നോക്കണ്ട, ഈ യെല്ലോ ക്രോസ് മാത്രം നോക്കിയാൽ മതി. ഈ യെല്ലോ ക്രോസ് കിട്ടിയതിന് ശേഷം നിങ്ങൾ അവിടെ വെച്ചുകൊണ്ട് തന്നെ അടുത്തൊരു അൽഗോരിതം ചെയ്യണം. റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഫിഷ് പോലത്തെ ഒരു ഷേപ്പ് കിട്ടും. ഇത് ഫിഷാണെങ്കിൽ ഇതൊരു ഹെഡ്, ഇത് അതിൻ്റെ 2 ടെയില്, ഇതുപോലത്തെ ഒരു ഷേപ്പ് കിട്ടും. ഈ ഷേപ്പ് കിട്ടിയാൽ ഇപ്പോൾ ലാസ്റ്റ് ചെയ്ത സെയിം അൽഗോരിതം ഒന്ന് റിപ്പീറ്റ് ചെയ്യണം. ഇതിൻ്റെ ഹെഡ് നമ്മൾ ഫേസ് ചെയ്തതിന് ശേഷം ഇപ്പോൾ ആ ഫിഷിൻ്റെ ഹെഡ് ഇവിടെ ഉണ്ടായിരുന്ന ഹെഡ് നേരെ മറ്റേ സൈഡിലോട്ട് പോയി. ഇനി ഇതിനെ ഇങ്ങനെ വെച്ചതിന് ശേഷം ഒന്നും കൂടെ ഇപ്പോൾ ലാസ്റ്റ് ചെയ്ത് അൽഗോരിതം ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യണം. ഇപ്പോൾ നമുക്ക് യെല്ലോ ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതേപോലെ തന്നെ 2 ലെയറും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് ചെയ്യാനുള്ളത് ഈ കളേഴ്സ് എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചാൽ മാത്രം മതി. ഇനി നമുക്ക് മോസ്റ്റ്ലി കംപ്ലീറ്റ് ആയിട്ടുള്ള കളർ ഇല്ലെങ്കിൽ ഇതേപോലെ ഈ യു ഷേപ്പായിട്ട് വന്നിരിക്കുന്ന കളറിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ് എടുത്തിട്ട് ഇത് നമുക്ക് ഫേസ് ചെയ്തുകൊണ്ട് അടുത്ത അൽഗോരിതം ചെയ്യണം. ആ അൽഗോരിതം ഞാൻ ഇവിടെ കൊടുത്തിരിക്കാം. ഇത് അത്യാവശ്യം നല്ല ലെന്തി ആയിട്ടുള്ള അൽഗോരിതമാണ്. നിങ്ങൾ സൂക്ഷിച്ച് ചെയ്യണം. ഇപ്പോൾ നമുക്ക് ഇതായില്ലെന്നുണ്ടെങ്കിൽ ഒന്നും റിപ്പീറ്റ് ചെയ്യണം. എനിക്കിപ്പോൾ ഇതായതുകൊണ്ട് ഞാൻ ഇവിടെ വെച്ച് നിർത്തുന്നു. അടുത്തത് നമുക്കിവിടെ ഒരു യു കിട്ടി, ഇവിടെ ഒരു യു കിട്ടി, ഇവിടെ
ഫസ്റ്റ് ലെയറും ആയിട്ടുണ്ട്, ടോപ്പ് ഇല്ല. ഇനി ഈ 4 മിഡിൽ പീസിനെ ഒന്ന് അറേഞ്ച് ചെയ്താൽ മാത്രമേ, ആ അറേഞ്ച് ആയിട്ടുള്ള അവസാനത്തെ അൽഗോരിതം ഞാൻ ഇവിടെ കൊടുത്തേക്കാം. ഞാനിപ്പോൾ ആ അൽഗോരിതം ഇവിടെ ചെയ്തു. അപ്പോൾ എനിക്ക് ഒരു സൈഡ് മാത്രമേ കംപ്ലീറ്റ് ചെയ്തിട്ട് ബാക്കിയെല്ലാം നേരത്തെ നമ്മൾ യു ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. ഇനി ഞാൻ നേരത്തെ ചെയ്ത ഫുള്ള് ചെയ്ത അതിന് നേരെ ഓപ്പോസിറ്റ് എടുത്തതിന് ശേഷം ഈ സെയിം അൽഗോരിതം ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യണം. കിട്ടിയില്ലെങ്കിൽ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യണം. ഇത് സെയിം ബാക്ക് അതിന് നേരെ ഓപ്പോസിറ്റ് വെച്ചതിന് ശേഷം നമ്മളിപ്പോൾ ഒരു 3x3 ക്യൂബ് സോൾവ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ഈ അൽഗോരിതം എല്ലാം ഒരു പേപ്പറിൽ എവിടെയെങ്കിലും എഴുതിയിട്ട് നിങ്ങളത് വീണ്ടും നോക്കിയെടുക്കണം. ഇല്ലെങ്കിൽ ഈ വീഡിയോ ഒന്നും കൂടെ നിങ്ങൾ കണ്ടാൽ മതിയാകും.